ഗുഡ് മോർണിംഗ്. എന്താ എല്ലാവർക്കും ഞാൻ എന്താണെന്നറിയോ, രാവിലത്തെ എൻ്റെ കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കർക്കിടക മാസമല്ലേ. അപ്പം രാവിലെ ഞാൻ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ ഇന്നും രാവിലെ ആകുമ്പോൾ കുറേ ഇപ്പം എത്രയായി സമയത്തായെന്നറിയോ, ഈ സമയമാകുമ്പോൾ 5 മണി ആകുന്നേ ഉള്ളൂ. ഇത്തിരി നേരത്തെ എടുത്തു കേട്ടോ. അപ്പോൾ 5 മണിയായി. ഞാൻ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ കാണിക്കും. രാവിലെ ഏറ്റവും ആദ്യമേ ചെയ്യുന്നത് എന്താണെന്നറിയോ, അടിച്ചു വാരി ചെയ്യാം കേട്ടോ. അടുത്തൊന്നുമില്ല. രാവിലെ ആദ്യം ചെയ്യുന്ന കാര്യം അടിച്ചു വാരി കഴിഞ്ഞ് എന്താണെന്നറിയാം, കുളിയെല്ലാം കഴിഞ്ഞ് വിളക്ക് കത്തിക്കുക. അതാണ് നമ്മുടെ സ്ഥിരം റൂട്ടീൻ. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാം കേട്ടോ. ഇത് വെളിയിലാണ്, പേടിച്ചാണ് നിൽക്കണേ. സിറ്റ് ഔട്ടാണ്. നേരത്തെയാണ്, ഞാൻ പറ്റുന്നത് നേരത്തെ ഏൽക്കും കേട്ടോ. അപ്പോൾ ഒന്ന് മിറ്റമൊക്കെ ഞാൻ തലേ ദിവസം അടിച്ചിടും. അപ്പം പിന്നെ എളുപ്പമുണ്ട്. അപ്പോൾ ഒന്ന് കാണാം കേട്ടോ എല്ലാം. അപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. അതിൻ്റെ ഇടയ്ക്കുള്ള പണി കുറേ ഉണ്ട്. എന്തെങ്കിലുമൊക്കെ അതെല്ലാം ഒന്നും എടുക്കാൻ പറ്റില്ലല്ലോ നമ്മുടെ. അപ്പം വെളിയിൽ പേടിയാണ് കേട്ടോ എനിക്ക് കുറേ നേരം നിൽക്കാനൊക്കെ. പിന്നെ എന്താ, വിളക്ക് കത്തിച്ചാൽ ഞാൻ ഓടി അകത്ത് കയറും. അങ്ങനെയാണ് എൻ്റെ ഒരു ലാമ്പ് കത്താൻ ഇത്തിരി താമസം വരുമല്ലോ. അപ്പോൾ രാവിലത്തെ ഈ സ്ഥിരം ഡേ ഇൻ മൈ ലൈഫൊക്കെ എടുക്കുമ്പം കുറേ സമയമാവും. അത് ഇത്തിരി പാടാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറ്റുന്ന രീതിയിൽ ഓരോ കാര്യങ്ങൾ ഞാൻ ചെയ്യണതൊന്ന് കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് അമ്പലം കേട്ടോ. ഇത് കണ്ടോ, ഞാൻ ഇപ്പോഴും ആ വെട്ടം കാണുന്ന അമ്പലം കേട്ടോ. ഞാനിവിടെ വിളക്ക് കത്തിക്കുന്ന സമയമാകുമ്പോൾ അവിടെയും മണി മുഴങ്ങും. ഇതുണ്ടോ, ഞാൻ എന്നിട്ട് കഥ അടച്ചു. വിളക്കുള്ളതുകൊണ്ടേ ഞാൻ വിളക്ക് കത്തിച്ച് വെച്ചിരിക്കണത് കൊണ്ട് ഞാൻ വേറൊന്നും കുറ്റിയിടൂല കേട്ടോ. അതിൽ ഞാൻ എന്നും എന്തെങ്കിലുമൊക്കെ ചെയ്യണം കേട്ടോ. രാവിലത്തെ നമ്മുടെ ചെറിയ പണികളൊക്കെ. ഞാനുണ്ടല്ലോ ഇന്നലെ ഇഡ്ഡലിക്ക് അരച്ചു വെച്ചതാണ്. എളുപ്പമുണ്ടല്ലോ. ഇന്നലെ ഈ ദിവസം ഇഡ്ഡലിയുടെ ദിവസമാണ്. അപ്പം ഇത് ഉപ്പാട്ടോ. ഉപ്പ് എന്നും ഞാൻ എന്താണെന്നറിയോ, ആ സമയം അപ്പോൾ ഇഡ്ഡലിയൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നു, കുഴപ്പമൊന്നുമില്ല. അപ്പം ഇനി ഇതൊന്ന് ഇളക്കി വെക്കും ഞാൻ കേട്ടോ. അപ്പം നമുക്ക് ഒന്ന് ഇളക്കി അങ്ങ് മാറ്റി വെക്കാം. ഇഡ്ഡലിയാണ് പിന്നെ പകുതി ആശ്വാസമാണ്. രാവിലെ വരുമ്പോൾ ഇനി എന്താണെന്ന് ആലോചിച്ച് ഇരിക്കണ്ടല്ലേ. സാധാരണ ഇങ്ങനെയൊക്കെയാണ്. നേരത്തെ കുറച്ചുകൂടെ, ഇപ്പം എത്രയാണ്, 5:30. ഇപ്പം എത്രയായെന്നറിയോ, 5:15. പെട്ടെന്ന് ചെയ്തില്ലേ. 5:30 ആകുമ്പോഴത്തേനും പാട്ട് വെക്കും അമ്പലത്തിൽ. അപ്പോൾ അതിനു മുമ്പ് എല്ലാം ഒന്ന് എടുത്തു വെക്കാം. അപ്പം എന്താണെന്നറിയോ, ഞാൻ സാമ്പാറിനുള്ള കഷ്ണങ്ങളെല്ലാം ഒന്ന് അരിഞ്ഞിട്ട്, എന്നിട്ട് എല്ലാം ചെയ്തിട്ട് അരിഞ്ഞൊക്കെ വെച്ചിട്ട് ഞാൻ അടുപ്പേ കത്തിക്കുള്ളൂ കേട്ടോ. പിന്നെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കാമല്ലോ എന്നോർത്തോണ്ട. സാധാരണ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും കാണിക്കുകയാണ്. ഇതൊരു റെസിപ്പിയൊന്നും അല്ലല്ലോ. അപ്പം നമ്മൾ കഴിയട്ടെ. ഓരോരോ പണികളായിട്ട് നമുക്ക് ചെയ്യാട്ടോ. എന്നും ഇങ്ങനെയാണ് കേട്ടോ. ഇന്നലെ നേരത്തെ കുറേ പണികളാണ്. അപ്പം ഞാൻ ഇത്തിരി കൂടെ നേരത്തെ ആകും. ഞാൻ നീ അരി അടുപ്പിടും, വെള്ളം അടുപ്പിടും. എന്താ ഇപ്പം നമ്മൾ വീഡിയോ എടുക്കണോണ്ടല്ലേ, എല്ലാവരും മിണ്ടാതെ ആരും എണിക്കാതെ പയ്യെ വന്ന് ഞാൻ ഓരോ പണികൾ ചെയ്യുക പതിയെ കേട്ടോ. ആരും എന്നൊന്നും ഏക്കണ്ടല്ലോ എന്ന് ഓർക്കണ്ട. അപ്പൊ എന്താണെന്നറിയോ, പെട്ടെന്ന് തീരും കേട്ടോ. ഒന്നും മിണ്ടാതെ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് പണികൾ പെട്ടെന്ന് തീരും കേട്ടോ. അപ്പൊ എന്താ, ഞാൻ അടുത്ത് തീ കത്തിക്കാൻ പോവാണേ. അത് പക്ഷെ ഞാൻ വീഡിയോ നമ്മുടെ മൊബൈൽ ഇത്തിരി മാറ്റിയാണ് വെച്ചിരിക്കുന്നത്. കഥ തുറന്ന ഉടനെ പൂച്ച കാണും വെളിയില്. അപ്പം പോലെ ചോറൊന്ന് വെക്കട്ടെ. ഇതാ ഞാൻ അരി കേട്ടോ. ഞാൻ ഈ വീഡിയോ നമ്മുടെ ഫോണിങ്ങനെ തിരിച്ചു വെച്ചേക്കണോണ്ടേ അതൊന്നും എല്ലാം കാണിക്കാൻ പറ്റൂലല്ലോ കേട്ടോ. തന്നെ എടുക്കണം. അപ്പം നമ്മുടെ വെള്ളം ചൂടായി, നമുക്ക് ഈ അരി അങ്ങോട്ട് ഇടാം കേട്ടോ. അപ്പം ഇതാ നമ്മുടെ പണികളൊക്കെ എല്ലാം അടുപ്പിൽ സാധനം കേട്ടോ. അപ്പോൾ ഇത്ര സമയം നേരം എടുത്ത് വന്നേ ഉള്ളൂ കേട്ടോ. അപ്പോഴത്തേനും നമ്മുടെ ഇത് സാമ്പാർ, ഞാൻ പറഞ്ഞൊരു ഇഡ്ഡലിയാണ്. സാമ്പാർ റെഡിയായി. ഇനിയിപ്പോൾ ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ.
പിന്നെ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കണം. അങ്ങനെ കുറേ പണികൾ. പക്ഷെ ഞാൻ എന്താണ് രാവിലെ കേൾക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ പെട്ടെന്ന് എത്രയും പെട്ടെന്ന് രാവിലെ കേൾക്കുന്ന ഏറ്റവും നല്ലത്. പിന്നെ എന്താണെന്നറിയോ, രാവിലെ കേൾക്കുമ്പോൾ ഇത്തിരി കട്ടൻ കാപ്പി നിർബന്ധം തന്നെ ഇടണം കേട്ടോ. അപ്പം ഇത് കട്ടൻ കാപ്പി റെഡിയായി. എനിക്ക് ഒത്തിരി പഞ്ചസാര ഞാൻ ഇടൂല കേട്ടോ ഏട്ടന്. പക്ഷെ അതുകൊണ്ട് ഞങ്ങൾ രണ്ടായിട്ടാണ് അത് എടുക്കണേ. ഇത്തിരി മതി. ഏട്ടൻ കുടിക്കുമ്പോൾ ഒന്ന് ചുമ്മാ കൂട്ടിന് വേണ്ടിയിട്ട് മാത്രം. പിന്നെ ഇതാ നമ്മുടെ ചോറ് അരി തിളച്ചു, അത് വാങ്ങി ഞാൻ ഇതിനകത്തോട്ട് വെക്കും കേട്ടോ. അത്യാവശ്യം മാത്രം ഞാനിപ്പോൾ അടുപ്പിൽ തീ കത്തിക്കോളാം. ഞാൻ പിന്നെ വേറൊരു വീഡിയോ. പിന്നെ ഇതാ നമ്മുടെ ഇഡലിയൊക്കെ ശരിയായി. ഇഡലി കുറെ ചെറിയ തട്ടാണ് കേട്ടോ, ചെറിയ തട്ടും ചെറിയ പാത്രമാണ്. അപ്പം എന്താണ് 2-3 പ്രാവശ്യം വെക്കണം. വേറെ വലുതുണ്ട്, നമ്മളിപ്പോൾ ആള് കുറവല്ലേ, 2 പ്രാവശ്യം വെച്ചു. ഏഴെണ്ണം വെക്കുന്ന ഒരു പാത്രമാണ് കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യം കൂടെ വെക്കാം. എന്താണെന്ന് വെച്ചാൽ എന്താണെന്നറിയോ, വൈകിട്ട് വേറെ പ്രത്യേകിച്ച് വെക്കണ്ടല്ലോ, ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ ഇതുകൂടെ ആകുമ്പോഴത്തേനും നമ്മുടെ ഇഡലി റെഡിയായി. അപ്പോൾ എന്താ രാവിലെ ആയിട്ടാലത്തെ ഗുണമുണ്ടോ, എല്ലാം നേരം എടുക്കുമ്പോഴത്തേനും ഒട്ടുമുക്ക പണികളും നമുക്ക് തീർക്കാൻ പറ്റും. മിറ്റം പിന്നെ എങ്ങനെയാണെന്നറിയോ, മിറ്റം ഞാൻ തലേദിവസം അടിച്ചിടും. അല്ല രാവിലെ വിളക്ക് കത്തിക്കുമ്പോഴേ വെളിയിലിറങ്ങി ഇതൊക്കെ ചെയ്യാൻ ഭയങ്കര ഭയമാണ്. അങ്ങനത്തെ അതവിടെ ഇരുന്ന് വെന്തോളൂ. ഇനി അതുകൂടെ മതി കേട്ടോ. ഇതുണ്ടോ നമ്മുടെ അരി വെന്തു. അരിയല്ല, ചോറ്. ചോറ് ശരിയാവും. ഇനിയിപ്പോൾ അതങ്ങോട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്നറിയോ, ഇതിനകത്തോട്ട് ഇറക്കിയാൽ വെക്കുവേ. ഇതുണ്ടോ, അത് അവിടെ ഇരുന്നോണ്ട് പയ്യെ വേവ് കുറവുള്ള അരിയാണ്. അടുപ്പുണ്ട് കേട്ടോ. അടുപ്പ് ഞാൻ പിന്നെ എന്താണെന്നറിയോ, അടുപ്പ് ഞാൻ ചില അത്യാവശ്യ സമയത്ത് മാത്രമേ ഞാൻ അടുപ്പ് കത്തിക്കാറുള്ളൂ. നമ്മുടെ കൂടുതൽ ആരെങ്കിലും ഒക്കെ വരുമ്പോഴും ഒക്കെ ചോറൊക്കെ കൂടുതൽ വെക്കണ്ടേ, അപ്പോൾ ആ സമയത്ത് മാത്രമേ ഞാൻ അടുപ്പ് പിന്നെ വെക്കാറുള്ളൂ. കുറേ നാൾ തന്നെ വിഷു, ഓണം ഇതിനൊക്കെയാണ്. നേരത്തെ എല്ലാം അടുപ്പിനകത്തായിരുന്നു, അവിടെ അടുപ്പിലായിരുന്നു. അതവിടെ ഇരുന്ന് വെന്തോളൂ. അപ്പോൾ സാമ്പാർ റെഡിയായി, ഇഡലി റെഡിയായി, ചോറ് റെഡി. ചോറ് ഊറ്റിയാൽ മതി. ഞാൻ ഇനിയിപ്പോൾ എന്താണെന്നറിയോ, ഇങ്ങനെയാണല്ലോ ചമ്മന്തി അരക്കണില്ല കേട്ടോ, ചമ്മന്തി പൊടിയാക്കാൻ പോവാം. അതാണ് എളുപ്പം. ഇതാ ഞാൻ ഉണങ്ങി വെച്ചിരുന്ന ഇതൊക്കെ, ഈ മുളകൊക്കെ ഞാൻ മുളക് മേടിക്കുമ്പോഴേ അതങ്ങോട്ട് കഴുകി ഉണങ്ങും കേട്ടോ. എന്നിട്ട് ഈ ഉഴുന്നുകൂടി ഇട്ട് അങ്ങോട്ട് നന്നായിട്ട് അറിയാമല്ലോ അതൊക്കെ എല്ലാവർക്കും വറുത്തെടുക്കും. പൊടിച്ച് വെച്ചിട്ട് കുറച്ച് നാളത്തേക്ക് നമുക്ക് ഇത് മതി. ഒരു മാറ്റം എപ്പോഴും ചമ്മന്തി സാമ്പാർ ഏതായാലും വേണം കേട്ടോ. ഉച്ചയ്ക്ക് ചോറിനും ആകും. അപ്പം പിന്നെ ചമ്മന്തിപ്പൊടി ആണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. ഞാൻ ഉണ്ടാക്കി വെക്കുന്ന ഈയിടെ ഉണ്ടാക്കി വെച്ചൊക്കെ തീർന്നു. ഞാൻ ഇപ്പോൾ ഒരു ചട്ടി കൊടുത്തു തരാവേ. എണ്ണ വേണമെന്നില്ല, എണ്ണ പറ്റുന്ന പോലെ ഒത്തിരി എണ്ണ വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ആകും കേട്ടോ. ഞാൻ ഈ ചമ്മന്തി ദോശപ്പൊടിക്കുണ്ടല്ലോ, അതിന് ഞാൻ വേറെ ഒന്നും ചേർക്കില്ല കേട്ടോ. വേണമെങ്കിൽ നമ്മുടെ കറിവേപ്പില, അതുപോലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർക്കാം. വെളുത്തുള്ളിയൊക്കെ ഞാൻ ഇടുന്നവരുണ്ടോ, പക്ഷെ ഞാൻ കായം വേണം ഇടാം കേട്ടോ. കായം ഇടാം ഒക്കെ ഇടാം, പക്ഷെ ഞാൻ മാത്രമേ ഇടുള്ളൂ. എന്താണെന്നറിയോ, ഇത്തിരി കഴിയുമ്പം ഈ ഉഴുന്നൂടെ അങ്ങ് ഇടാം. കഴുകി ഉണങ്ങി വെച്ചിട്ടുണ്ടാണ് ഇതെല്ലാം. ഇനിയിപ്പോൾ എന്താണ് ഇതൊന്ന് മൂത്തു കേട്ടോ. ഞാൻ ഈ ഉഴുന്നെല്ലാം വേണ്ട കേട്ടോ. പിന്നെ എന്താണെന്നറിയോ, എൻ്റെ മിക്സിയുടെ ചെറു ജാറ് പോയി. അപ്പോൾ ഇത്തിരി കൂടുതൽ ഇട്ടില്ലെങ്കിൽ കുഴപ്പമാണ്. വലിയ ജാറിനകത്തെ പൊടിക്കാൻ പറ്റില്ല. തീരെ ഇത്തിരി ഇട്ടാൽ കഴുകിയ നമ്മുടെ ഉഴുന്നാണ്, അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. ഇതുണ്ടോ, ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ നമുക്ക് എളുപ്പത്തിന് പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ നമുക്ക് ദോശയ്ക്കോ അല്ല ഗോതമ്പ് ദോശയ്ക്കോ എന്ത് വേണേലും ഇതിടാം. ഇതൊക്കെ നമ്മുടെ ഇതിലൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ, അപ്പം പാക്കറ്റ്. അപ്പോൾ ഇതൊന്ന് മൂത്തെടുത്ത് നല്ല ബ്രൗണിഷ് ആകുമ്പോഴത്തേനും നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ചമ്മന്തിപ്പൊടി ചമ്മന്തിക്കുള്ള കൂട്ടൊക്കെ ഇവിടെ ഇത് മൂത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ഉഴുന്നും മുളകും ഞാൻ മാത്രം ഇട്ടോളൂ. വേണമെങ്കിൽ എന്ത് വേണേലും ഇതൊരു റെസിപ്പി കാണിക്കാമല്ലോ, ഞാൻ രാവിലത്തെ കുറച്ച് കാര്യങ്ങൾ കാണിക്കാന്നുള്ള ഒരു ഉദ്ദേശമുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ ഇപ്പോഴത്തെ എന്താണെന്നറിയാം, അടുപ്പിൽ എൻ്റെ പൂച്ചയുണ്ട്, പൂച്ചയ്ക്കുള്ള ചോറാട്ടോ. അപ്പോൾ ഇഡലി ശരിയായി കേട്ടോ. ഇതുണ്ടോ, ഇഡലി വെച്ച് ചെറിയ കുഴിയാണല്ലോ ഉള്ള ഒരു പാത്രമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ. ഇഡലിയൊക്കെ ശരിയായി. ഇപ്പോൾ രാവിലെ സാമ്പാറായി. 6 മണി കഴിഞ്ഞ് തുടങ്ങി. ഇപ്പോൾ എന്താണെന്നറിയോ, അമ്പലത്തിൽ പോകണം. അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് രാമായണം വായിക്കണം. ഇതൊക്കെയാണ് എൻ്റെ ഒരു രാവിലത്തെ തട്ടുപൊളിപ്പൻ പരിപാടികൾ എന്ന് പറയാം. അപ്പോൾ ഇതങ്ങോട്ട് അടച്ച് മാറ്റി വെച്ചു. അപ്പോൾ എന്താണെന്നറിയോ, ഇത്ര മൂത്താൽ മതി കേട്ടോ. ഇത് നമ്മുടെ പൂച്ചയ്ക്കുള്ള ചോറാണ്, നമുക്കുള്ളത് എടുത്തു വെച്ചു. ശരിയായി, ഇതവിടെ കൊണ്ട് വെച്ചേക്കാം. ഇത് മാറ്റി വെച്ചു. അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയി കേട്ടോ. ഏട്ടന് കാപ്പി കൊടുത്തു, ചോറായി, ഇഡലിയായി. ഇനി ചമ്മന്തി കൂടെ പൊടിച്ചു വെക്കാം. പൊടിച്ചു വെച്ചിട്ട് ഞാൻ അമ്പലത്തിൽ പോകും, അതും കൂടെ ഒന്ന് കാണിക്കാം നിങ്ങളെ കേട്ടോ. പൈസയൊക്കെ തട്ടി കൊടുക്കുക കാണിക്കിടാനേ. ഇപ്പം എന്താ ഇനിയിപ്പോൾ എന്താണെന്നറിയോ, അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് രാമായണം വായിക്കണം. അതോടെ രാവിലത്തെ ഒരു പൊട്ടച്ചെരുപ്പാട്ടോ എനിക്ക്. ഇതേ ഇവിടെയാണ് അമ്പലത്തിൽ. വലിയ മേക്കപ്പൊന്നും ചെയ്യാൻ പോകണ്ട. ഇവിടെ വരെ ഇവിടെ ഇത് കണ്ടോ,
ഞാൻ പോയിട്ട് വരാട്ടോ ഏട്ടാ. കഥ അടച്ചേക്കണേ. ഭയങ്കര മഴയായിരുന്നു അമ്പലത്തിൽ ചെന്നപ്പോൾ. അപ്പോൾ കുറേ താമസിച്ചു അവിടെ. അപ്പോൾ ഇതാ ഞാൻ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു. അപ്പം ഞാൻ ഡ്രസ്സൊന്നും മാറിയില്ല. അതിന് മുമ്പേ ഞാനേ ചമ്മന്തിപ്പൊടിക്ക് ഞാൻ വറുത്ത് വെച്ചല്ലേ പോയതെന്നാ ഞാൻ കണ്ടില്ലേ. അപ്പോൾ അതൊന്ന് പൊടിച്ചെടുക്കട്ടെ. തീരെ അങ്ങോട്ട് തണുത്താൽ പിന്നെ പൊടിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പം തന്നെ ബുദ്ധിമുട്ടാവും. എന്നാന്നറിയോ, ഞാൻ അമ്പലത്തിൽ ചെന്നപ്പം കുറേ താമസിച്ചു. മഴയായിരുന്നു, കുട എടുക്കാതെയാണ് പോയത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് പൊടിച്ചെടുക്കട്ടെ. അപ്പോൾ ഉപ്പൂടി ഇടാം. കുറേ താമസിച്ചെന്നേ അമ്പലത്തിൽ ചെന്നപ്പോഴേ. അല്ലെ പെട്ടെന്ന് തൊഴിൽ വെച്ച് പെട്ടെന്ന് ഞാൻ പോയി. അപ്പം ഇതാ ചമ്മന്തിപ്പൊടി റെഡിയായി. ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഇന്നത്തെ അതുമൊക്കെ ആയി. ചോറായി. ഇനി എന്താണെന്നറിയോ, വറവ് തോരൻ എന്തേലും വെക്കണം. അത് ഞാനിത് ബീൻസാട്ടോ, ബീൻസ് തോരണത് അതും കൂടെ വെച്ച് അടിച്ചു വാങ്ങിയ ഇന്നത്തെ എൻ്റെ പണി തീരും കേട്ടോ. പിന്നെ രാമായണം വായിക്കണം. ഇത് പൊടി ഇനി എന്താണ്, അമ്പലത്തിൽ ചെന്നപ്പോൾ ചേച്ചിയെ കണ്ടു. എടത്തിയമ്മ ചേച്ചിയുണ്ട്, നാത്തൂനുണ്ടല്ലോ, അവിടെയൊക്കെ ഒന്ന് കണ്ട്. അപ്പോൾ കുറേ താമസിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ രാവിലത്തെ ഒരു തിരക്കുകളൊക്കെ കേട്ടോ. അപ്പോൾ എന്താണ്, എല്ലാവരും എൻ്റെ വീഡിയോകളൊക്കെ ഒന്ന് കാണണം. അത് കേട്ടോ, കുറേ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് കേട്ടോ. എൻ്റെ രാവിലത്തെ കുറച്ച് കാര്യങ്ങൾ, ഡേ ഇൻ മൈ ലൈഫ് അല്ല, മുഴുവൻ കാര്യങ്ങളല്ല. അപ്പോൾ എന്താണ്, മറ്റൊരു വീഡിയോ ഞാൻ വരുന്നവരെ ഓക്കെ, ബായ്.